എന്നിട്ട് മയ്യത്തിനെ കാണുകയാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? യാസീന അല്ല, മുൽക്കാണോ? അല്ല, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. ചില ഹദീസിൽ കാണാം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ. അബൂ സലമ മരിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് അബൂ സലമന്റെ പേരെടുത്തിട്ടാണ്, വ്യക്തിന്റെ പേര്. ഖദീജയാണ് മരണപ്പെട്ടതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖദീജ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലിഫ്ഹു ഫിൽ ഗാബിരീൻ. അങ്ങനെ പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥന പഠിക്കൂല, ഇത് ചൊല്ലിയിട്ടുണ്ടാവില്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കൂല. പിന്നെ എന്താ അവിടെ പണി? ഒന്നിങ്ങനെ നോക്കും, ഇവിടെ തിരിച്ചിങ്ങനെ പോരും. പാവല്ലേ, എന്താ അല്ലേ, മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ, ആ മക്കളെ കാര്യം ഇതൊക്കെ പറയും. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലുണ്ടോ? എന്നിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങുന്നു, യാസീനോത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. വരുന്നോര് ഓതാണ്. അത് ഓതാൻ ചിലപ്പോൾ കുടുംബക്കാരൊന്നും ഇല്ലെങ്കിൽ ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി അവിടെ ഓതിങ്ങോണ്ടിരിക്കുകയാണ്. യാസീന് കുഴപ്പമുണ്ടോ? ഇല്ല. ഖുർആനല്ലേ, ശരിയാണ്. യാസീൻ സൂറത്ത് ഖുർആന് പെട്ടതല്ലേ, ശരിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഓതുന്നത് ആർക്കു വേണ്ടിയാണ്? മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓതുന്നത്. അതാണ് ഇതിലെ ഒരാൾ അവനവൻ്റെ ഹൈറിന് വേണ്ടി. നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നു, അവിടെ നിന്ന് യാസീൻ ഓതി, മുൽക്ക് ഓതി, അൽബക്കർ ഓതി, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ? ഇതിൻക്ക് കൂലി കിട്ടാനാണ്. ഇവരെന്തിനാ അതൊക്കെ ചെയ്യണത്? ഇതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാനാ. എന്നാ നിങ്ങൾ കേട്ടോ, സൂറത്തു യാസീൻ ഓതിക്കൊടുക്കുമ്പോ ആ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ഓതിക്കൊടുത്ത് പഠിപ്പിക്കേണ്ട സൂറത്താണ് യാസീൻ. എന്തേ? ആ സൂറത്തിൽ പറയുന്നു ലിയുൻദിറ മൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാകുന്നു. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തിൽ പറയാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാകുന്നു. ഇത് മരിച്ചോൽക്കുള്ളതല്ല, ഇത് ജീവിച്ചിരിപ്പുള്ള കാലത്ത് അവർക്കുള്ള താക്കീതാണ്. മരിക്കോളം ഉണ്ടൂല, മരിച്ചു എന്ന് കഴിഞ്ഞാൽ അന്ന് ഉപദേശം. ഒരു സഹോദരനുണ്ട്, അദ്ദേഹം കൊട്ടേഷൻ സംഘത്തിലും തല്ലുപിടി വക്കാണ കേസിലൊക്കെ പോയി നടക്കിയിരുന്നു. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ഒരു പ്രഭാഷണം കേട്ടിട്ട് അദ്ദേഹം പ്രഭാഷകനെ തല്ലാൻ വേണ്ടി വന്ന മനുഷ്യനാണ്. അങ്ങനെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ തല്ലാൻ വേണ്ടി വന്ന് ഇദ്ദേഹം ഇങ്ങനെ വന്ന് പ്രസംഗം കേട്ട് അവസാനം ഇയാൾക്ക് തോന്നി ഇയാൾ നല്ലൊരു കാര്യമാണല്ലോ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ തീരുമാനം മാറ്റി വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായിട്ടൊരു തീരുമാനം എടുത്തു, ഞാൻ ഇനി മുതൽ ഒരു നല്ല മനുഷ്യനാവും. ഫസ്റ്റ് തീരുമാനിച്ചത്, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകും, ഞാൻ താടിരോമങ്ങൾ നീട്ടി വളർത്തും, ഞാൻ നെരിയാണിക്ക് മുകളിൽ പാൻറ് ധരിക്കും, ഇസ്ലാമിൻ്റെ സദസ്സുകളിൽ ഞാൻ പോയി പങ്കാളികളാവും, ഞാൻ ദീനീ രംഗത്ത് സജീവാകുന്ന തീരുമാനിച്ചു. അന്ന് ഇയാളുടെ വീട്ടിലേക്ക് മഹലിൽ നിന്ന് 4 ആൾ വന്നു. ശ്രദ്ധിക്കണം, നേരത്തെ അയാൾ മോശമായി നടക്കുന്ന 10-20 വർഷം ഒരാൾ ഉപദേശിക്കാൻ വന്നില്ല. ഇയാൾ പള്ളിയിൽ പോകാൻ തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി, നല്ല ദീനിയായി എന്ന് കണ്ടപ്പോൾ മഹലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇയാളുടെ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ പഴച്ചിട്ടുണ്ട്, നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മകന് പഴച്ചിട്ടുണ്ട്. പടച്ചോനാണ് ആ മനുഷ്യനുണ്ടല്ലോ. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പഴയ സ്വഭാവം വേണ്ടാന്ന് വിചാരിച്ച് നന്നായതാണ്, മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞ് വേഗം അവർ 2 വർത്താനേ പറഞ്ഞുള്ളൂ. സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങൾ, ഇത് നമ്മുടെ നാട്ടിലെ കൗമിൻ്റെ അവസ്ഥ. മരിക്കോളം പറഞ്ഞു കൊടുക്കൂല, സിഗരറ്റ് വലിക്കരുത്, നുണ പറയരുത്, കച്ചവടത്തിൽ വഞ്ചനയുണ്ടാവരുത്, കുടുംബ ബന്ധത്തിൻ്റെ മഹിമ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പെരുമാറ്റം, മക്കളോടുള്ള നമ്മുടെ ജീവിത വ്യവസ്ഥകൾ, അയൽവാസികളോടുള്ള കടമകൾ, ഇതൊക്കെ എന്നാ പഠിപ്പിക്കേണ്ടത്? മരിച്ചു കഴിഞ്ഞിട്ടാണോ? എന്നിട്ട് ഇത് ഓതിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ഓതിക്കൊടുക്കുന്നത് എന്തിനാണ്? മയ്യത്തിന് കൂലി കിട്ടാനാണ്. അവിടെ നിന്ന് എല്ലാവരും ഓതിക്കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് കബറിങ്ങലേക്ക് ഇറക്കി വെക്കുന്നിടത്ത് അവിടെയും ചില പള്ളികളിലൊക്കെ കാണാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞാലും പിന്നെയും ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇവർ പറയുന്നു ഒരു ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ്? ലക്കിനു മൗതാക്കും സൂറത്ത യാസീൻ, നിങ്ങളിൽ മരണം ആസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതിക്കൊടുക്കുക എന്ന ഹദീസുണ്ട്. ശരി, അങ്ങനെ ഒരു ഹദീസുണ്ട്. പക്ഷേ ആ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഇത് സ്വീകാര്യയോഗ്യമായ ഇസ്ലാമിക ലോകത്ത് ശരിതെറ്റുകൾ വേർതിരിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ഹദീസിലാണ് ഇത് വന്നത്. പണ്ഡിതന്മാർ പറയുന്നു,
വേറെ ഒരു ഹദീസുണ്ട്, ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അതെപ്പോഴാ? മരിച്ചു കഴിഞ്ഞിട്ടല്ല. മൗതാക്കും എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവർക്ക് എന്നാണ്. ചെയ്യണം. ഇന്നിപ്പോൾ അങ്ങനെയല്ല പറയണത്. മരിക്കാൻ കിടക്കുകയാണെങ്കിലും നിങ്ങൾ CM മടവൂരിനെ വിളിച്ചാൽ മതി. എന്താണ് CM മടവൂരിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന്? എന്ത് ഉഡായിപ്പ ഈ പറയണേ? ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവസാന ശ്വാസത്തിലും അള്ളാന്ന് വിളിക്കാൻ സമ്മതിക്കാത്ത ഒരു കൗമിൻ്റെ മുമ്പിലാണ് നമുക്ക് ചിലത് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ വിഷയം വന്നപ്പോൾ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ നമ്മളെല്ലാം പോയിരുന്ന് വേറെ ഒരാൾക്ക് വേണ്ടി കുറേ ഓതിക്കൊടുത്താൽ ആ ജനാസക്ക് കൂലി കിട്ടുമോ? അതല്ല നമ്മൾ നോക്കുക. അത് പ്രതിഫലം കിട്ടുമോ? ശരി, ആരാ പറഞ്ഞിരിക്കുന്നത്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുകയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൻ നജ്മിന്റെ 39-ാമത്തെ ആയത്ത് പള്ളി ദർസിലുള്ള കിതാബാണ്. തഫ്സീറുൽ ഖുർആനിൽ അലീം എന്ന പ്രസിദ്ധമായ അല്ലാമ ഇബ്നു കസീർ ദിമശ്കിയുടെ കിതാബിലാ പറയുന്നത്. തെളിയിക്കണമെങ്കിൽ സൂറത്തുൻ നജ്മിന്റെ 39-ാമത്തെ ആയത്തിലാണ്. ഇനി പഠിക്കാലോ? ومن هذه الآية الكريمة ഏതായത്? وَلَيْسَ لِلْإِنسَانِ إِلَّا مَا سَعَى, ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതല്ലാതെ അവന് പ്രതിഫലം കിട്ടൂല. നമ്മളാണ് മരിച്ച് നാട്ടുകാരെങ്ങനെ ഇരുന്ന് ഓതിത്തന്ന്, നാട്ടുകാരങ്ങോട്ട് നിസ്കരിച്ച്, നാട്ടുകാർ നമ്മക്കാണ് നോമ്പ് തന്നാൽ നമ്മൾ രക്ഷപ്പെടും നിങ്ങൾ വിചാരിക്കണ്ടോ? ഇതൊരു സൂത്രപ്പണിയാണ്. നമുക്ക് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. അത് ആണ്ടും ഹദ്ദാദും റാത്തിയൊക്കെ കഴിച്ച് നമ്മൾ രക്ഷപ്പെടൂല. അത് പഠിപ്പിച്ചു കൊടുക്കൂല. ഒരു മനുഷ്യൻ അവന്റെ അധ്വാനത്തിന്റെ ഫലമല്ലാതെ പ്രതിഫലം കിട്ടൂല. ഈ ആയത്ത് പറഞ്ഞപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി പറയാം, ومن اتبعه أن القراءة لا يصل إهداء ثوابها إلى الموتى, ഒരു മനുഷ്യൻ അവൻ്റെ ജനാസകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും സൂറത്തുകളോ ഏതെങ്കിലും ആയത്തുകളോ എടുത്ത് ഓതി ഹദിയ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആ മയ്യിത്തിലേക്ക് എത്തുകയില്ല. ഇമാം ഷാഫി തങ്ങളെ പറഞ്ഞേ. കാരണം ലൈസ മിൻ അമലിഹിം, അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമല്ല. നമ്മളിരുന്ന് ഓതല്ലേ. വലാ കസ്ബിഹിം, അദ്ദേഹത്തിന്റെ സമ്പാദ്യമല്ല, നമ്മളാണ് ചെയ്യണത്. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഒരിക്കൽ പോലും നബി തങ്ങൾ അങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. മുജാഹിദല്ല, ഹദീസ്. ഇത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? മാറിക്കാം. ഇത് അംഗീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ജനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? കുറച്ചൊക്കെ ഒരു ആണത്തം, ഒരു നട്ടെല്ല് നമ്മൾ കാണിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ദീനിലുള്ള വാക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും നബിതങ്ങൾ ഇത് പഠിപ്പിച്ചില്ല ഉമ്മത്തഹു, അവിടുത്തെ ഉമ്മത്തിനോട്. വലാ ഹസ്സഹും അലൈഹി, ഒരിക്കലും ജനാസക്ക് വേണ്ടി ഇരുന്ന് ഖുർആനോദി ഹദിയ ചെയ്യാൻ ഒരൊറ്റ ഹദീസിലും പ്രേരിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നായി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ ചെയ്യലുള്ളത്? അത് ഓതൂല. അതിന് പകരം മങ്കൂസ് മൗലൂദ്, ഷറഫല്ലന, ഡിഫായി മൗലൂദ്, ഹദ്ദറാദ്, ഉത്തറാത്തീബ്, ഇതൊക്കെ സുഖമായിട്ട് നടക്കുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് ദിവസം നമ്മൾ എത്ര സൂറത്ത് ഓതണം? ദിവസം നമ്മൾ ഫാത്തിഹ ഓതണം. ഇഖ്ലാസ്, ഫലഖ്, നാസ്, കാഫിറും കിടക്കുന്നതിന് മുമ്പ്, ആമന റസൂല്, ആയത്തുൽ കുർസി, സൂറത്തുൽ മുൽക്ക്, സജദ, ഇതൊക്കെ ദിവസം ഓതേണ്ട സൂറത്തുകളാണ്. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാനുള്ളതല്ല. ഇത് പറഞ്ഞു കൊടുക്കുക, ഹദീസിൽ പറഞ്ഞ വാക്ക് വിശദീകരിക്കുക. വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ, ഒരു ഗണ്ണിതമായ വാചകം പോലും നബി പറഞ്ഞിട്ടില്ല. വലാ ഈമാഇൻ, ഒരു ആംഗ്യം പോലും ആ പേര് പറഞ്ഞ് കാണിച്ചിട്ടില്ല. മയ്യിത്തിന് വേണ്ടി ഓതിക്കോളി എന്ന് പറയുന്ന ഒരു ആംഗ്യം പോലും കാണിച്ചു കൊടുത്തിട്ടില്ല. വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബത്തി റളിയല്ലാഹു അൻഹും,
ഒരു സ്വഹാബിയിൽ നിന്നും അത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് സ്വഹാബിമാർ, അവസാനം വിട പറഞ്ഞു പോയ സ്വഹാബി അടക്കം ലക്ഷക്കണക്കിന് സ്വഹാബിമാരിൽ നിന്ന് ഒരു സ്വഹാബിയും തൻ്റെ മരണപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ മരണപ്പെട്ട അയൽവാസിക്ക് വേണ്ടി, സുഹൃത്തിന് വേണ്ടി അവിടെ പോയിരുന്ന് യാസീനാവട്ടെ അൽബഖറയാവട്ടെ ഇരുന്ന് ഹദിയ ചെയ്യുന്ന ചര്യ കണ്ടിട്ടില്ലെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇമാം ഷാഫി നിങ്ങൾ മഹലിൽ നിന്ന് ബഹിഷ്കരിക്കുമോ? നിങ്ങൾ ഇമാം ഷാഫിയെ നിങ്ങൾ നിരാകരിക്കുമോ നാളെ മുതൽ? വലൗ കാന ഖൈറൻ, ഇത് ഇത്ര വലിയ ഖൈറായിരുന്നെങ്കിൽ ലസബഖൂനാ ഇലൈഹി, സഹാബത്ത് അത് ആദ്യം ചെയ്യുമായിരുന്നു. നിങ്ങൾ കൊണ്ടുവരും. ഏതെങ്കിലും ഒരു സ്വഹാബി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവർക്കൊന്നും മയ്യിത്തുകളോട് സ്നേഹമല്ലേ? അവർക്കൊന്നും മയ്യിത്തുകളോട് ആദരവില്ലേ? ഞാൻ പറഞ്ഞത് ഈ ഒരു സമ്പ്രദായത്തെ. നേരെ മറിച്ച് ഒരാൾ ഇപ്പോൾ ജനാസൻ്റെ അടുത്ത് പോയിരുന്നു, മയ്യിത്ത് എടുക്കാൻ 2 മണിക്കൂർ സമയമുണ്ട്. അയാൾ ഇരുന്ന് യാസീൻ ഓതുന്നു, അയാൾ ഇരുന്ന് അയാൾക്കും വേണ്ടിയിട്ട് മറ്റു അറിയാവുന്ന കാണാതെ പഠിച്ച സബ്ബീസ്മ ഓതുന്നു, അൽബഖറ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ലൊരു കാര്യമാണ്. നമ്മൾ ഖുർആൻ ഓതിനതിനതില്ല വിമർശിക്കുന്നത്. ഓതിയിട്ട് ഹദിയ ചെയ്യുക, അതിന് സൂറത്ത് നിശ്ചയിക്കുക, അത് ഈ സൂറത്ത് തന്നെ ആവണമെന്ന് പറയാം. ആ സൂറത്ത് ഓതി പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന സ്വഹീഹാവുള്ളൂ. എവിടുന്നാണ് വിവരക്കേട് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് ഇമാം ഷാഫിൻ്റെ കിതാബിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞിരിക്കും. ഇല്ല. ഇനി എന്താ വേണ്ടേ? ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് മയ്യിത്തങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയാൽ അൽ-ഫാത്തിഹ. ഓ, ഇതില്ലാത്ത നമ്മുടെ ഒരു കാര്യം നടക്കൂല. അൽ-ഫാത്തിഹ. ആള് പ്രഗ്നൻ്റായ ആൾക്കാരൊക്കെ ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ ചില നാട്ടിലൊക്കെ ഉസ്താദ് അവിടുന്ന് വരണം, എന്നിട്ട് വന്നിട്ട് മൂപ്പര് ഫാത്തിഹയൊക്കെ ഓതി കൊടുത്തിട്ട് വേണം ഇറക്കാം. മകൻ ജോലിക്ക് പോവുകയാണ്, ആദ്യമായിട്ട് വിസക്ക് എടുത്ത് ഗൾഫ് പോവാണ്. ഉസ്താദ് വന്ന് അൽ-ഫാത്തിഹ ഒക്കെ ഓതി, ഉസ്താദ് വരണം. ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ പോരാ, ഇപ്പോൾ അൽ-ഫാത്തിഹ വിളിക്കണം. ഞാൻ ഈ വിഷയം പഠിക്കാൻ വേണ്ടി നിരവധി കിതാബുകൾ തിരഞ്ഞു. സ്വഹാബത്തിൻ്റെ ഒരുപാട് യാത്രകളുണ്ടായി. സ്വഹാബത്തിൻ്റെ ഒരുപാട് ജനാസ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. സ്വഹാബത്ത് ഒരുപാട് മയ്യിത്തുകൾ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി. ഒരൊറ്റ ഹദീസ്, ഒന്ന്, അതിൻ്റെ പേര് പറഞ്ഞൊരു അൽ-ഫാത്തിഹ വിളിച്ച സംഭവം ഒരൊറ്റ ഹദീസിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫാത്തിഹ കുഴപ്പമുണ്ടോ? ഫാത്തിഹ എത്ര മഹത്തരമായ സൂറത്താണ്. ഫാത്തിഹ എപ്പോഴും ഓതാം. പക്ഷെ ഇതൊക്കെ ഓതിയാലേ അത് എടുത്തു പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് അതും കഴിഞ്ഞ് ഫാത്തിഹമ്മ തീരുമോ? പിന്നെ ഇലാ ഹദറത്തി റിഫായി, ഇലാ ഹദറത്തി മുഹയ്യദ്ദീൻ, ഇലാ ഹദറത്തി ഇങ്ങനെ പറഞ്ഞ് മമ്പുറം ബാലവി അങ്ങനെ പോരാ. എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ ഇസ്ലാമിക ലോകത്തെ, പണ്ഡിത ലോകത്തെ ചർച്ച എന്താ? അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി അത് കഴിഞ്ഞ് മയ്യിത്തങ്ങ് പുറത്തേക്കങ്ങോട്ട് എടുത്താൽ അവിടുന്ന് ചുമന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളി തുടങ്ങി. എന്താ മുദ്രാവാക്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്. അത് ഒരാളിങ്ങനെ മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലി ഇങ്ങനെ പടച്ചോനെ ഓർത്ത് മരണത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ പോകുകയാണ്. ഒരു കുഴപ്പമില്ല. ഒരാളിങ്ങനെ ചൊല്ലുക, ബാക്കിയുള്ളവരൊക്കെ ഉറക്കത് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വിളിച്ചിങ്ങനെ പോണ രംഗം നമ്മുടെ നാട്ടിൽ കാണാം. ഇനി ഒരാളത് ചെയ്യാതെ പോയാലോ? കണ്ടോ, നിലമ്പൂരത്തെ തേക്കും കാട്ടുന്ന തേക്ക് മോഷ്ടിച്ചു കൊണ്ടുപോണ പോലെയാണ് മുജാഹിദുകൾ മയ്യിത്ത് കൊണ്ടുപോണ്. കള്ളന്മാര് വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുപോണ പോലെയാണ് ഇവർ മയ്യിത്തോണ്ട് മുണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇവർ കൊണ്ടുപോണത്. ഇവർക്ക് പ്രാർത്ഥനയില്ല, ദിക്റൊന്നും ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എന്നാ പറയണത്. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ പരിഹസിച്ചോളൂ. പക്ഷേ പ്രമാണപരമായി ഇസ്ലാമിൽ നിങ്ങളൊന്ന് നോക്കി, ഒരു മനുഷ്യനങ്ങ് തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, വേറെ ഒരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്താ കുഴപ്പം? ഒന്ന് അൽഹംദുലില്ലാഹ് ഇസ്ലാമിലുള്ളതാണ്. മറ്റാള് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് തുമ്മിയ സമയത്ത് പറയാൻ ഇസ്ലാമിലെ നന്മകളിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരാൾ പറയാം, കണ്ടോ ഹംദും സലാത്തും ചൊല്ലുന്നതിനെ എന്തിനാ എതിർക്കണത്? ഒരു ഹംദും സലാത്തും ചൊല്ലിയ എന്താ കുഴപ്പം? കുഴപ്പമുള്ളതുകൊണ്ടാണ് സ്വഹാബത്ത് തടഞ്ഞത്. അപ്പൊ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമില്ല.
എന്നാൽ ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ ഒരു മുദ്രാവാക്യം വിളി പോലെ ശബ്ദം ഉച്ചത്തിലായി ഉയർത്തി, ഇനി എങ്ങാനും നേരത്തെ പറഞ്ഞ പോലെ ഒരു മുജാഹിദിൻ്റെ വീട്ടിലത്തെ മയ്യത്താണോ, ശബ്ദം ഭയങ്കര ഗാംഭീര്യം. ഒരു മുജാഹിദിൻ്റെ വീടിൻ്റെ മുമ്പൊക്കെ എത്തിയോ അപ്പോൾ ഈമാനോട് കൂടി വരുമോ, ശബ്ദം കൊണ്ട് കൂടും. നബിദിനത്തിനൊക്കെ സാധാരണ ഒരു ദഫും കളിയൊക്കെ ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ മുമ്പിലെത്തിയാൽ 2 സ്റ്റെപ്പ് അധികം കളിക്കും. അത് ഞമ്മക്കുള്ള നേർച്ച. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്. നിങ്ങൾ എന്തോ ആവട്ടെ, ഏതോ ആവട്ടെ, ഏത് പ്രസ്ഥാനമാകട്ടെ, ഏത് വിശ്വാസമാകട്ടെ, ഇസ്ലാമിക ലോകത്ത് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ ഒരു കിതാബിൽ. ആ കിതാബിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശരി, അവിടേക്ക് വരാം. ഈ ചോദ്യത്തിന് മുസ്ലിങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടോ? ഹദീസിൽ പരിശോധിക്കുന്നു, അവർ ദിക്ർ കൊണ്ടോ ഖുർആൻ ഓതിയിട്ടോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ഒരു ശബ്ദമുണ്ടാക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സ്വഹാബ. ഇനി മക്കത്തും മദീനത്തും പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പോഴും ഉണ്ടല്ലോ, അവിടുത്തെ ആ ചര്യ തുടർന്ന് പോലുണ്ടല്ലോ. മക്കയിലും മദീനയിലും ഒക്കെ ഇങ്ങനെ ഒരു ദിവസം ഒരു വക്തിന് തന്നെ 8ഉം 10ഉം ജനാസകൾ ഇങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ ചുമന്നിങ്ങനെ കൊണ്ടുപോകണതാണ്. വേഗത്തിൽ നമസ്കാരം കഴിഞ്ഞങ്ങോട്ട് ചട്ടപ്പെട്ടയച്ചിട്ട് കൊണ്ടുപോയി വേഗം ഒരു മറവിയേണ്ട പണി നോക്കും. അവിടെ നിന്നും അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുദ്രാവാക്യം മുഴക്കി പോണത് നമുക്ക് കാണൂല. എന്താ കാണാത്തത്? അത് ദീനിൽ അവർ പണ്ട് മുതൽ കണ്ടിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല. അതേസമയത്ത് ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ ചർച്ചക്ക് വന്നു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. പള്ളി ദർസിലുണ്ട് കിതാബ്. കിതാബിൻ്റെ പേര് അൽ അദ്കാർ. പേജ് മറിച്ച് കുഴങ്ങണ്ട, 145-ാമത്തെ പേജ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, 2ാം ഷാഫിഈ എന്നാ വിളിക്കുക. അദ്ദേഹം പറയാണ്, ഇങ്ങനെ നാടുകളിലൊക്കെ ഇങ്ങനെ ശബ്ദമുയർത്തുന്ന ചില ഭാഗങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. واعلم أن الصواب المختار ما كان عليه السلف رضي الله عنهم من السكوت في حال السير مع الجنازة. واعلم അറിഞ്ഞോ أن الصواب المختار ഏറ്റവും ശരിയായ തീരുമാനം ما كان عليه السلف സലഫുകളായ മുൻഗാമികളായ സ്വഹാബത്തും താബഈങ്ങളുമൊക്കെ من السكوت നിശബ്ദമായിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. ജനാസയോടൊപ്പം അവർ സഞ്ചരിക്കുമ്പോൾ മരണമോർത്ത് നാളെ ഞാൻ ഈ കട്ടിൽ ഇതുപോലെ കയറിപ്പോണം, കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. ഇതോർത്ത് മനസ്സ് നിറയെ അള്ളാഹുവിനോടുള്ള ചിന്തകളാൽ തൗബയുടെ മനസ്സുമായിട്ട് ഇങ്ങനെ അയാൾ ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ഖുർആൻ ഓതാം. ശബ്ദമുയർത്തി ബഹളം ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ പോണ പോക്കിൽ വെറുതെ ഫോണുമ്മ കളിച്ചോ വേറെ അനാവശ്യ വർത്താനങ്ങളോ കോമഡികളോ തമാശകളോ ഒന്നും പറഞ്ഞ് നടക്കാനും പാടില്ല. നിശബ്ദമായ ചിന്തകളോടെ നടന്നു പോകുക. ഇമാം നവവി തങ്ങളാ പറഞ്ഞത്. ഇനി കൊണ്ടുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. പലപ്പോഴും പല ആളുകളും ഖബറിങ്ങനെ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഉയരത്തിലുള്ള ഖബറുകൾ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ ഖബറും കെട്ടിപ്പൊക്കൂല. ചില മഹാന്മാരാണ്, പ്രമുഖരാണ്, പ്രാധാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ ഖബറുകൾ ഇങ്ങനെ മഹല്ലുകളിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ഖേദകരമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ പല പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് ഹറാമായ ഖബറുമായി ബന്ധപ്പെട്ട പണം സ്വരൂപിച്ചു കൊണ്ടുണ്ടാക്കുന്ന, ഖബറിൻ്റെ അടുത്തുണ്ടാക്കിയ പെട്ടി വെച്ചുകൊണ്ട് പണം സ്വരൂപിച്ച് ജാറത്തിൻ്റെ പേരിലാണ് പല പള്ളികളും നടക്കുന്നത്, പല മദ്രസകൾ നടക്കുന്നത്. എന്തൊരവസ്ഥയാണ്! എന്തുണ്ടായി? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസാറാ, യഹൂദികൾക്കും നസാറാക്കൾക്കും ശാപമുണ്ടായിട്ടുണ്ട്. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദാ, അവരിലെ അമ്പിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ എടുപ്പുണ്ടാക്കി മസാജിദുകൾ ഉണ്ടാക്കി ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അമ്പിയാക്കന്മാരുടെ ഖബർ കെട്ടി ഉണ്ടാക്കിയ യഹൂദികൾക്കും നസാറാക്കൾക്കും ശാപമുണ്ടാകട്ടെ
എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ കിടക്കുന്ന കബറുകൾ കെട്ടിപ്പൊക്കിയ ആൾക്കാരെ ചരിത്രം നോക്കി. ഊരും പേരറിയൂല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട്ടും മറുകാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവി, മുനമ്പത്ത് പറഞ്ഞാൽ മയ്യിൽ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബീവിൻ്റെ പേര് ബീവി. അതെന്താ പേരില്ലാത്ത? ഊരും പേരറിയൂല, പേരറിയില്ല, സ്ഥലം അറിയില്ല, ആളാരാ മുസ്ലിമാന്ന് തന്നെ അറിയില്ല. ശുഹറത്തൊട്ടും കുറവില്ല, ഭയങ്കര ഫേമസ് ആണ്. പേരറിയാതെ എന്ത് ഫേമസ് ആണ്? എന്താ ഫേമസ്? വെളിയങ്കോട്ടു മറുകാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട് ഉമർക്കാലി കുഞ്ഞുമരക്കാരൊക്കെ ജീവിച്ച നാട്ടിലാണ് ഈ ഡെഡ് ബോഡി വന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഫേമസ് ആണ്. എന്നിട്ട് അവിടെ പോയി സങ്കടം പറയാണ്, അവിടെ പോയി പണിട്ട് കൊടുക്കുകയാണ്, അവിടെ ജാറം മൂടുകയാണ്, അവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, സങ്കടങ്ങൾ പൊട്ടി പൊട്ടി കരയാണ്. നിങ്ങൾ ഇപ്പോൾ അടുത്ത് കണ്ടില്ലേ, ഒരു ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ് സിയാറത്തിന് കൊണ്ടുപോയിട്ട്, ഉപ്പൂപ്പാ ഞങ്ങളെ രക്ഷിക്കണം, ഉപ്പൂപ്പാ ഞങ്ങൾ മരിക്കണ സമയത്ത് ഞങ്ങളെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണം. ആരോടാ? വീട്ടിലിരിക്കണം ഉപ്പാപ്പാനോടല്ല, ഖബറിൽ കിടക്കുന്ന ഉപ്പാപ്പാനോട് സങ്കടങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന് ഖബർ കെട്ടി ഉയർത്തി പൊക്കി നടക്കുക. ഈ സംഭവം വിളിച്ചപ്പോൾ പണ്ഡിത ലോകത്തെ ചർച്ച ചെയ്തു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥമെടുത്തോ പള്ളി ദർസിലുണ്ട്. അതിൽ കാണാം ഒരു ഹദീസ്, അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. സിഗരറ്റ് നിരോധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നെ ആ സാധനം ചെയ്യാൻ പാടില്ല എന്നാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നിരോധിച്ചിരിക്കുന്നു. അയ്യുജസ്സൽ ഖബറു, ഖബറിന്മേൽ കുമ്മായമിടുന്നത്. ഒരു ഖബറുണ്ട്, അതിന് ഇങ്ങനെ കുമ്മായ അടിച്ച് മിൻസപ്പെടുത്തുക പറ്റൂല. വഅയ്യുഖഅദ അലൈഹി, ഖബറിങ്ങ പോയി ഇരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വഅയ്യുബ്നാ അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കി ഉയർത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നാടുകളിൽ ഇത്തരം സംരംഭങ്ങൾ കെട്ടിപ്പൊക്കി ഉയർത്തി ഉണ്ടാക്കി വലിയ വാണിഭമായി ഖബറുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഉത്സവപ്പറമ്പാക്കി. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത് അല്ലാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മദീനത്ത് ഉറൂസ്? ഇല്ല. മദീനത്തെ ആണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അവിടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്തേ? അന്ന് പ്രാർത്ഥിക്കാണ്, എൻ്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമാക്കി മാറ്റരുത് പടച്ചോനെ. അപ്പവാണിപ നേർച്ച ഉത്സവല്ലേ. ചന്ദനക്കുടം ഉറൂസ്, അവിടുത്തെ ഉസ്താദുമാർ വരെ ഓൺലൈനിൽ വന്ന് സംസാരിച്ചല്ലോ, എന്തൊരു കഷ്ടകാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഖബറിങ്ങിട്ട് ആന ഓടി, ആന ഇടഞ്ഞു, 4 ആൾ മരിച്ചു എന്നൊക്കെ. ഇതൊന്നും ഖബറിങ്ങുണ്ടാവൂല, യഥാർത്ഥ ഖബറിങ്ങുണ്ടാവൂല. ഉഹദ് ശുഹദാക്കളുടെ ഖബറിങ്ങലില്ല, ബദർ ശുഹദാക്കളുടെ ഖബറിങ്ങലില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഖബറിങ്ങലില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ദുരന്തങ്ങളായി പലതും നടന്ന അവസാനം സഹികെട്ടുകൊണ്ട് നാട്ടുകാരും മഹല്ലുകാരും പേര് മാറ്റുകയാണ്. ഉറൂസ് അങ്ങ് മാറ്റിയിട്ട്, നേർച്ച പേര് മാറ്റിയിട്ട് ദേശീയോത്സവം എന്ന് പേര് മാറ്റിയിടാണ്. ഷർട്ട് മാറ്റിയിട്ട് കാര്യമല്ല, പുതിയ ഷർട്ട് ഇട്ടൊന്നും കാര്യമല്ല. നിങ്ങൾ ഇത് തുടങ്ങി കുടുങ്ങി. നിങ്ങൾ കൊടിമരം ഉയർത്തി, നിങ്ങൾ പതാക ഉയർത്തി, നിങ്ങൾ തുടക്കം കുറിച്ചതാണിത്. നിങ്ങൾക്കിത് നിർത്താൻ കഴിയില്ല, പിടിവിട്ടു കയ്യെന്ന്. അതുകൊണ്ട് ഹദീസിൽ വന്നു, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഖബർ കെട്ടിപ്പൊക്കി ഉയർത്തുണ്ടാക്കുന്ന സംഭവത്തെക്കുറിച്ച് അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിലുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അബുൽ ഹയ്യാജേ, നീ ഒരിക്കലും തന്നെ ഉയർന്നു നിൽക്കുന്ന വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈത,
കെട്ടി ഉയർത്തിയ ഏത് ഖബർ കണ്ടാലും നീ അതിനെ നിരപ്പാക്കാതെ വിട്ടുപോകരുത്. അത് കാഫിറായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, മഹാനായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ഖബറാണോ അത് നിരപ്പാക്കി വിടണം നീ. സ്വഹാബത്ത് എന്തിനാ അങ്ങനെ ചെയ്തത്? നബിന്റെ കൽപ്പനയാണ്. യഅനി ഖുബൂറൽ മുസ്ലിമീൻ, വേറെ ഒരു റിപ്പോർട്ടിൽ മുസ്ലിമീങ്ങളുടെ ഖബറെന്ന് പ്രത്യേകം പറഞ്ഞു. അതെവിടെ? മുസന്നഫ് അബ്ദുർ റസാഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ആ ഭാഗം അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയത്തിൽ ഖബറുകൾ ഇങ്ങനെ എടുപ്പുണ്ടാക്കി അതുമ്മ ഉത്സവപ്പറമ്പാക്കി അതിങ്ങനെ വലിയ വരുമാന മാർഗമാക്കി മാറ്റുക. മലപ്പുറത്ത് ഒരാൾ യാഹൂത്തങ്ങൾ എന്ന് പറയുന്ന ഒരാൾക്ക് ഖബറുണ്ട്, ജാറുണ്ട്. ഒന്നല്ല, 2 എണ്ണം. ഒരാൾക്ക് 2 ജാറും. പടിഞ്ഞാറ് മഹലിനും വരുമാനം വേണം, കിഴക്ക് മഹലിനും വരുമാനം വേണം. ആകെ തർക്കമായി. യാഹൂദങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യണമെന്ന് 2 കൂട്ടരും തമ്മിൽ ചർച്ച. നമ്മുടെ നാട്ടിൽ മരിച്ചാലും ഡിമാൻഡ് കൂടുക. മരിക്കോളം കറാമത്ത് ഉണ്ടാവില്ല കേട്ടോ. സീമടപൂരിന് 35 കൊല്ലം മുമ്പ് കറാമത്ത് ഉണ്ടായിരുന്നില്ല. 35 കൊല്ലമായി മരണം കഴിഞ്ഞിട്ട്. ഇപ്പം ഇങ്ങനെതാ സ്വപ്നം കണ്ടാ കറാമത്തായി, ഉറങ്ങിയ കറാമത്ത് കാണാം, ഫ്ലൈറ്റൊക്കെ കൂട്ടി മുട്ടിയ അപ്പം കറാമത്ത് ഇങ്ങനെ പുറത്തുകൊണ്ട് വരും. എന്തൊരു അത്ഭുതം! ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് മറവ് ചെയ്ത ചിറ്റടിമേത്തിൽ അബൂബക്കർ എന്ന ഖബറിനുള്ളിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ ഇവരെ ഈമാൻ എന്താ? ഇവരൊക്കെ ഒരു ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണോ? പച്ചക്ക് പറയാണ്, അള്ളാനോട് ചോദിക്കേണ്ട എന്ത് പ്രാർത്ഥനയും CM മടവൂരിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിപ്പുകൾ കിടക്കുകയാണ്, യൂട്യൂബ് കിടക്കുകയാണ് പ്രസംഗം. അള്ളാനോട് ചോദിക്കണം എന്ത് കാര്യം ഈ മരണപ്പെട്ട CM മടവൂരിനോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് ഇവർ പറയാം, ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ, നിങ്ങളെ പ്രാർത്ഥന ശരിയാകൂല, നിങ്ങളെ നിസ്കാരം ശരിയാകൂല. ആര് പറഞ്ഞു നിങ്ങളോട്? സ്വഹാബത്ത് പറയാം, ഷാഫിഈ മദ്ഹബ് പറയാം. അതായിക്കോട്ടെ, ഏറ്റവും സുഖതാണല്ലോ. ഷാഫിഈ മദ്ഹബിലെ കിതാബ് പറയാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫീഹി അന്ന സുന്ന, ഒരു ഖബറിന്റെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നല്ലൊരു സുന്നത്ത്, അന്നൽ ഖബറ, ഖബർ ലാ യുർഫഉ അലൽ അർളി റഫഅൻ കസീറാ, ഒരു ചാണിൽ അധികമായി ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. അതാണ് സുന്നത്ത്. ഇനി ഇമാം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കുവാനാവോ? അൽ ഗുനിയ കിതാബിന്റെ 2ാം വാള്യം 139, വയുർഫഉൽ ഖബറു അനിൽ അർളി ഖദ്റ ശിബിരിൻ, ഒരു ഖബർ ഉയർത്തുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയരം മാത്രം ഉയർത്താവൂ. അതെങ്കിലും കേൾക്കും. മുഹ്യിദ്ദീൻ ഷെയ്ഖാണ് പറയുന്നത്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും പറയുന്നു, എല്ലാവരും പറയാം, ഒക്കെ കിതാബിൽ പറയാം, ഖബറിന്റെ പേര് പറഞ്ഞ് ഉയർത്തി ഉണ്ടാക്കിയതെല്ലാം പൊളിച്ചു മാറ്റണം. ഇത് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനേക്കാൾ അപകടകാരമായ പ്രവർത്തനമാണ് ഈ ഖബർ കെട്ടി ഉയർത്തൽ. മുജാഹിദീങ്ങളല്ലോ, ഇബ്നു ഹജറുൽ ഹൈതമിയാണ്. എന്താ പറഞ്ഞ്? മസ്ജിദുൽ ദിറാർ എന്ന മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളിനേക്കാൾ അപകടമാണ് ഒരു മുസ്ലിമിന്റെ ഖബർ കെട്ടിപ്പൊക്കി ഉയർത്തിണ്ടാക്കുക എന്നത്. അലാ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളി നബിനെ ധിക്കരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാ. പക്ഷെ അതിനേക്കാൾ വലിയ അപകടമാണ് ഇത്. എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഖബർ സിയാറത്തില്ലേ? ഞാനത് വിശദീകരിച്ച വിഷയമാണ്. ഇസ്ലാം എതിർക്കുന്ന ഖബർ സിയാറത്ത് ഏതാണ്? ഇസ്ലാം എതിർക്കുന്ന ഖബർ സിയാറത്ത് ഏതാ? ഈ നിലക്ക് മനുഷ്യന്മാർ ഓരോ സ്ഥലങ്ങൾ തേടി ഖബർ തേടി നടക്കുന്ന സ്വഭാവം. ഒരു ഹദീസിലുണ്ട്, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ, പുണ്യയാത്രയായി തീർത്ഥാടന യാത്രയായി കൊണ്ട് 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പോകാൻ പാടില്ല. കേട്ടോളി, അതിൽ മമ്പുറം പള്ളി ഇല്ല, അതിൽ നമ്മളെ മാഹില പൈസ എറിഞ്ഞു കൊടുക്കേണ്ട ഒരു കുഞ്ഞിപ്പള്ളി ഉണ്ടല്ലോ, അതിലില്ല. നാഗൂരില്ല, മുത്തുപ്പേട്ടല്ല, അജ്മീറില്ല. 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥാടന യാത്ര, പ്രത്യേക പോരിശ പുണ്യം പറഞ്ഞ യാത്ര പാടില്ല.
ഏതൊക്കെയാ? മസ്ജിദി ഹാദാ, ഒന്ന് ഞാൻ ഈ ഇരിക്കുന്ന പള്ളി, മദീന പള്ളി എന്നാ പറയണത്, അതിന് പോരിഷുണ്ട്, 1000 റക്അത്ത് നന്മ അധികമുണ്ട്. മസ്ജിദിൽ ഹറാം, 1,00,000 റക്അത്ത് അധികം പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ്. മസ്ജിദിൽ അഖ്സാ, ഇന്നും ജൂതന്മാരുടെ കയ്യിലാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സാ പുണ്യം പ്രതീക്ഷിച്ച് പോകാവുന്ന ഒരു പള്ളിയാണ്. ഇതല്ലാത്ത ഏത് മഹാനുണ്ടെങ്കിലും, ആര് ഖതീബായാലും ഗ്രാൻഡ് മുഫ്തി ആയാലും ഇന്ത്യൻ മുഫ്തി ആയാലും എത്ര വലിയ കറാമത്തുള്ളവനായാലും ഇല്ലെങ്കിലും അവരൊക്കെയുള്ള പള്ളിയാണ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പോരിശ ഉണ്ടാവുകയില്ല. ഈ 3 പള്ളിക്ക് പ്രത്യേകതയുള്ളൂ. ബാക്കിയുള്ളതിൽ ചില സവിശേഷത പറഞ്ഞിട്ടുണ്ട്. പുണ്യകരമായ യാത്ര. ഇന്നിപ്പോൾ അങ്ങനല്ല, ഓരോ ഖബറുള്ള സ്ഥലങ്ങൾ തേടിപ്പോയി നടക്കുകയാണ്.